ഇതാട്ടോ ആഴിമല ക്ഷേത്രത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അതൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. അല്ലേ, ഓട്ടോറിക്ഷകളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലേ. നിങ്ങളൊന്ന് നമ്മുടെ നാട്ടുകാരിതെല്ലാം കാണണം കേട്ടോ. നിങ്ങളിനി വരണം ഇവിടേക്ക്. കണ്ടില്ലേ, ഒരുപാട് ഓട്ടോറിക്ഷകളൊക്കെ ഈ വഴി കണ്ടില്ലേ, ഒരുപാട് ഉണ്ട് ഉയരത്തിലാണ്. ഇതാണ് നമ്മുടെ ക്ഷേത്രം. ഇനി ഇതിൻ്റെ വ്യൂ നമുക്ക് കാണണമെങ്കിൽ കണ്ടാൽ നിങ്ങൾ ഞെട്ടിട്ടോ. ഇതാണ് അമ്പലം, ആഴിമല ക്ഷേത്രം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. കാണില്ലേ അമ്പലത്തിൻ്റെ ചില സീനുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് കയറൽ നടക്കില്ല. ഇതാണ് ആഴിമല ക്ഷേത്രം. ഇനി ഇതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വന്നത് നമ്മൾ എന്തായാലും ഇതൊന്നും നമ്മൾ വീട്ടിലിരുന്നാൽ കാണില്ല. നമുക്ക് മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സുഖം ഉണ്ടാവണമെങ്കിൽ ഇത്തരം അമ്പലങ്ങളൊക്കെ ദർശിക്കണം. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം. ഒരു ആല് കണ്ടില്ലേ, അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ആലാണ് കേട്ടോ. അത് അമ്പലത്തിന് മുമ്പിലുള്ള ആലാണ്. നമ്മുടെ ഉണ്ണീഷേട്ടനൊക്കെ ഇവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇതിൽ ഇറങ്ങി വന്നതിൻ്റെ ക്ഷീണം കേട്ടോ. ഇവർക്കൊക്കെ ഇതിൻ്റെ ക്ഷീണത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്നില്ലാണ്. ചർച്ച ചെയ്യണം ഇവർ. അത്ര ദൂരം വന്നതിൻ്റെ ചർച്ചകളാണ്. ഇനി നമുക്ക് ഈ അമ്പലത്തിൻ്റെ എല്ലാ ദൃശ്യങ്ങളും ഇവിടെ നമുക്ക് ഇപ്പോൾ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇതാ അമ്പലം, ഇതാണ് അമ്പലത്തിൻ്റെ ദൃശ്യം. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. ഇനിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കൊരു ദൃശ്യം കാണിച്ചു തരാം. കണ്ട നിങ്ങൾ എന്തായാലും ഇവിടെ അത്രയ്ക്കും ഒരു സംഭവ ബഹുലമായൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാട്ടലാണ് അടുത്ത് ഈ അതെ, ഗോവിന്ദൻ വൈദ്യരിവിടേക്ക് എത്താനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഗോവിന്ദൻ വൈദ്യർക്ക് നോക്കണം. നമ്മുടെ ഈ അമ്പലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ കാട്ടലാണ് കേട്ടോ. കാണേണ്ട ഒരു നോക്കൂ, എന്ത് രസമാണ്. ഈ നമ്മൾ വീട്ടിലിരുന്നതൊക്കെ കാണും, നമ്മൾ കാണില്ല. ഇതാണ് ഈ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആഴിമല എന്നുള്ളതിൻ്റെ പേര് ആഴിമല ടെമ്പിൾ അല്ലേ. എന്ത് രസമാണ് നോക്കിയത്. ആഴിമല ടെമ്പിളിൻ്റെ ഒരു വ്യൂ കാണണം. ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം കേട്ടോ. ആഴിമല ടെമ്പിളിൻ്റെ വ്യൂ ആണിത്. ഇതാ കടൽ കണ്ടില്ലേ. ആഹാ, ഇതൊക്കെ കാണുക. എന്ത് രസം, എന്ത് ഭംഗി അതിന്. ഭഗവാൻ ശരിക്കും കുടികൊള്ളുന്നതാണ്. ശിവക്ഷേത്രമാണ് കേട്ടോ. അത് ശിവക്ഷേത്രമാണ്. ഭഗവാൻ ഇവിടെയാണ് കുടികൊള്ളുന്നത്. നിങ്ങളൊന്ന് കാണണം. അതാ നോക്കൂ, എന്താണ് ഇതിൻ്റെ ഒരു വ്യൂ നോക്കൂ. ഇത് ഭംഗി. നമുക്കൊന്നും ജീവിതത്തിൽ ഇങ്ങനൊരു വഴി കാണാൻ പറ്റും. നോക്കൂ. അത് നമ്മുടെ വൈദ്യത്തിന് പറ്റിയൊരു എരുക്കുമരം ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ എരുക്കുമരം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് ഈ അമ്പലത്തിൻ്റെ. ഇതൊക്കെ നമ്മുടെ കൂടെ വന്നവരാണ്. ഇവർക്ക് നമ്മുടെ ഒപ്പമുള്ളവരാണ്. ഇനി ഒരുപാട് ആളുകൾ കണ്ടില്ലേ. നോക്കി നിങ്ങൾ. നമ്മുടെ എളമ്പശ്ശേരിക്കാരൊക്കെ വന്ന് കാണണം. കരിയൂട്ടൂർ വന്ന് കാണണം. തണ്ണിയപ്പന്തലുകാർ വന്ന് കാണണം. എല്ലാവരും ഇതൊക്കെ ഈ ആഴിമലയിൽ നിന്ന് വന്ന് കാണണം. നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, കടലിനോട് ചേർന്ന ഒരു അമ്പലം, ഏറ്റവും ശക്തിയുള്ള. ഇവിടെ പറഞ്ഞതെല്ലാ കാര്യങ്ങളും നടക്കും എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഭഗവാന്റെ അനുഗ്രഹമുള്ളൊരു സ്ഥലം കൂടിയാണിത്.